9th സ്റ്റാൻഡേർഡിലെ പ്രിസ് എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു പ്രോബ്ലമാണ് പ്രോബ്ലം നമ്പർ 15. ഇത് പേജ് നമ്പർ 207 നാലാമത്തെ പ്രോബ്ലമാണ്. ഓക്കെ, പ്രോബ്ലം ഇങ്ങനെയാണ്. ദ ബേസ് റേഡിയൈ ഓഫ് ടു സിലിണ്ടേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3 ആൻഡ് ദെയർ ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 5:4. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? ദ വോളിയം ഓഫ് ദ സ്മോളർ സിലിണ്ടർ ഈസ് 720 ക്യൂബ് സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ലാർജർ കോണലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം, ആൻസർ എഴുതാം. റേഷ്യോ ഓഫ് ഹൈറ്റ് അല്ലേ, റേഷ്യോ ഓഫ് റേഡിയസ് എന്താണ്? 2:3 ആണ്. റേഷ്യോ ഓഫ് ഹൈറ്റ് എത്രയാണ്? 5:4 ആണ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ. ഓക്കെ, സിലിണ്ടർ 1, സിലിണ്ടർ 1, സിലിണ്ടർ 2. ഓക്കെ, റേഡിയസ്, ഹൈറ്റ്. നമുക്ക് രണ്ടിൻ്റെയും റേഡിയസിൻ്റെ റേഷ്യോ 2:3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ 2r എന്നും രണ്ടാമത്തെ 3r എന്നും എടുക്കാം അല്ലേ. ഫസ്റ്റ് സിലിണ്ടറിൻ്റെ റേഡിയസ് 2r എന്നും സെക്കൻഡ് സിലിണ്ടറിൻ്റെ റേഡിയസ് 3r എന്നും എടുക്കാം. ഓക്കെ, ഇനി ഹൈറ്റ് ആണെങ്കിലോ 5:4 അല്ലേ. അപ്പോൾ 5h എന്നും 4h എന്നും നമുക്കിന്ന് എടുക്കാം, ഇതിൻ്റെ ഹൈറ്റ് എടുക്കാം. ഇപ്പോൾ എന്ത് ക്ലിയർ ആണ്? ഫസ്റ്റ് സിലിണ്ടറിൻ്റെ റേഡിയസ് 2r ആണ്, ഹൈറ്റ് 5h ആണ്. സെക്കൻഡ് സിലിണ്ടറിൻ്റെ റേഡിയസ് 3r ആണ്, ഹൈറ്റ് 4h ആണ്. ഓക്കെ, ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ. ഫസ്റ്റ് സിലിണ്ടറിൻ്റെ വോളിയം എന്താ വരിക? ഇക്വേഷൻ πr²h ആണ് അല്ലേ. അപ്പോൾ π ഇൻറ്റു r എത്ര? 2r അല്ലേ. അതെ, കണ്ടോ, 2r ആണ് റേഡിയസ്. πr²h 5h. അപ്പോൾ എന്ത് വരും? π ഇൻറ്റു 4r² ഇൻറ്റു 5h, ദാറ്റ് ഈസ് 20 πr²h ആണ് എന്ത് വരുന്നത്? ഫസ്റ്റ് സിലിണ്ടറിൻ്റെ വോളിയം വരുന്നത് 20 πr²h. ഇനി ഇതുപോലെ വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ. സെക്കൻഡ് സിലിണ്ടറിൻ്റെ വോളിയം എന്താ വരിക? πr² തന്നെയാണ് ഇക്വേഷൻ. π ഇൻറ്റു റേഡിയസ് എത്രയാണ്? 3r അല്ലേ. 3r² ഇൻറ്റു h 4h. അപ്പോൾ എന്ത് വരും? π ഇൻറ്റു 9r². π ഇൻറ്റു 9r² ഇൻറ്റു 4h. അപ്പോൾ 9 ഇൻറ്റു 4 36 πr²h ആണ് സെക്കൻഡ് സിലിണ്ടറിൻ്റെ വോളിയം വരുന്നത്. ഫസ്റ്റ് സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 20 πr²h, സെക്കൻഡ് സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 36 πr²h. അപ്പോൾ റേഷ്യോ ഓഫ് വോളിയംസ് എന്ത് വരുന്നത്? 20:36 അല്ലേ. 20:36 ആണ് എന്ത് വരിക? ഈ രണ്ട് സിലിണ്ടറിൻ്റെയും വോളിയത്തിൻ്റെ റേഷ്യോ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ? ദ വോളിയം ഓഫ് ദ സ്മോളർ സിലിണ്ടർ ഈസ് 720 ക്യൂബ് സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ലാർജർ കോൺ എന്നുള്ളതാണ്. ഓക്കെ, ചെറിയ സിലിണ്ടറിൻ്റെ ഏതാ ചെറിയ സിലിണ്ടർ? 2r ഉം 3r ആയിരിക്കില്ലേ. അതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ 5h 4h ആണ് എന്ത് വരുന്നത്? അതിൻ്റെ ഹൈറ്റിൻ്റെ റേഷ്യോ വരുന്നത്. വോളിയം ഓഫ് ദ ലാർജർ സ്മോളർ സിലിണ്ടറിൻ്റെ വോളിയം 720. ഇതിലേതാ സ്മോള്? ഫസ്റ്റ് സെക്കൻഡാ? ഫസ്റ്റാണ്, കാരണം ഫസ്റ്റിൻ്റെ വോളിയം 20 πr² അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 20 πr² 720 ആണ്. 20 πr² എന്തിന് ഈക്വലാണ്? 720 ആണ്. ഓക്കെ, അപ്പോൾ πr² എന്താ വരിക? 720/20. ഇത് വരും 36 എന്ന് വരും. ഇത് πr² എന്ന് പറയുന്നത് 36 എന്ന് വരും. πr² 36. അപ്പോൾ സെക്കൻഡ് സിലിണ്ടറിൻ്റെ വോളിയം എന്താ വരുന്നത്? 36 πr² അല്ലേ സെക്കൻഡിൻ്റെ വരുന്നത്.
ഇത് 36ൻ്റെ വാല്യൂ പൈ ആർ സ്ക്വയർ വാല്യൂ 36. അപ്പോൾ 36 × 36, അതായത് ഫസ്റ്റ് സിലിണ്ടറിൻ്റെ, അതായത് സ്മോൾ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 20 പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 20 പൈ ആർ സ്ക്വയർ 720 എന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 20 പൈ ആർ സ്ക്വയർ നമ്മൾ എന്ത് എഴുതി? 720 എന്ന് എഴുതി. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്താ വരിക? 720/20, ദാറ്റ് ഈസ് 36 കിട്ടും. പൈ ആർ സ്ക്വയർ 36 കിട്ടും. ഇനി നമുക്ക് വലിയ സിലിണ്ടറിൻ്റെ, സെക്കൻഡ് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്ന് പറയുന്നത് 36 പൈ ആർ സ്ക്വയർ ആണ്. അല്ല, പൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ 36 ആണ്. അപ്പോൾ 36 × പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് 36 × 36 എന്ത് വരും? 36 × 36 എത്രയാണ്? 1296. 1296 ആണെന്ത്? cm³ ആണ് ലാർജർ സിലിണ്ടറിൻ്റെ വോളിയം, അല്ലെങ്കിൽ സെക്കൻഡ് സിലിണ്ടറിൻ്റെ വോളിയം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. താങ്ക് യു.